എന്റെ 3000 ഫോട്ടോസ് ഉള്ള ഫോണാണിത്. എന്റെ മക്കളെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നൊരു സാറ്റർഡേ ആണ്. വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴഞ്ഞ് പോകും. മൺഡേ ടു ഫ്രൈഡേ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന പാട് കഷ്ടപ്പാടാണ്. പക്ഷേ ഈ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു സാറ്റർഡേ ആവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് അമ്മുൻ്റെയും അമ്മുമ്മയുടെയും ബർത്ത്ഡേ ആണ്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് അമ്മൂൻ്റെ അമ്മുമ്മയുടെയും ബർത്ത്ഡേ നമ്മൾ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രണ്ടുപേരെയും ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ചെറിയൊരു റിലേറ്റീവ്സിൻ്റെ ഗെറ്റ് ടുഗെദറും അതൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് അമ്മൂന് വേണ്ടി കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങണം. ചെറിയ കുഞ്ഞു സാധനങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് വാങ്ങണം. പിന്നെ എന്താണ്, പിന്നെ ഇപ്പം ഞാനും നിരഞ്ജനും കൂടെ നിരഞ്ജന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്, എന്നെ എല്ലാ വ്ളോഗും നിരഞ്ജന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇന്ന് നിരഞ്ജന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങിയാണ്. ഇപ്പം ഉച്ചയായി, ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചയല്ല, മണി 3 ഇതുവരെ നമ്മൾ ഒന്നും കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോകണം. സംസമ്മിലെ ഫുഡ് കഴിക്കാൻ, സംസമ്മിലല്ലേ പോകുന്നത്, എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം. അത്രയൊക്കെ തന്നെ. ആക്ച്വലി അമ്മുമ്മയ്ക്ക് എത്ര വയസ്സായെന്ന് നമുക്ക് ആർക്കും ഒരു വലിയ പിടിയില്ല. അമ്മുമ്മയുടെ ഈ ആധാർ കാർഡ് നോക്കുമ്പോൾ 1940 സംതിങ്ങിലാണ് അമ്മുമ്മ ജനിച്ചത്. അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നെയാണ് അമ്മുമ്മ ജനിച്ചത്. ഒരു കറക്റ്റ് ഒന്നും നമുക്കറിയില്ല. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് ഇത് വെച്ചിട്ടാണ് വയസ്സ് ഒരു 80 സംതിങ് എങ്കിലും ആയി കാണും. പക്ഷെ അമ്മുമ്മ ഭയങ്കര ആക്റ്റീവാണ് ഗൈസ്. ഫുൾ ടൈം അമ്മുമ്മ ജോലിയൊക്കെ ചെയ്ത് ഇപ്പോഴും ഭയങ്കര നമ്മളെക്കാളും ആക്റ്റീവാണ്. അപ്പൊ അമ്മുമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അമ്മുമ്മയുടെ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഇനി ഫുഡ് കഴിക്കാൻ പോകും. വിശന്നിട്ട് പോയി സത്യം പറഞ്ഞ. ഗൈസ്, നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് എന്താണ് അൽഫാം മന്തി അല്ല, പെരി പെരി മന്തി. പെരി പെരി ഷവായി മന്തി. ചൂടല്ലേ നല്ല. സംസവുമുണ്ട്. ഒരു കാലത്ത് ഇവിടുത്തെ പണി കഴിയേയില്ല. ഇപ്രാവശ്യം കഴിഞ്ഞോ? ഇപ്പോഴും കഴിഞ്ഞില്ല. എന്ന് വന്നാലും ഇവിടെ പണി തന്നെ, പണിയോട് പണി. ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകുന്നേ? ഡെക്കാത്തലോൺ. വയറ് നിറഞ്ഞു, ഇനി ഒന്ന് ഉറങ്ങണം. ഗൈസ്, നമ്മള് ഡെക്കാത്തലോണിലെത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴാണ് എൻ്റെ ഉള്ളില് പി വി സിന്ധുവും മേരി കോം ഒക്കെ ഉണരുന്നത്. പണ്ട് ഗൈസ് സത്യം പറഞ്ഞാൽ ഈ ബാഡ്മിന്റനും ബോക്സിങ്ങും എല്ലാവരും കാണുമായിരുന്നു. ഇപ്പൊ വല്ലപ്പോഴും ഇരുന്ന് ക്രിക്കറ്റ് കാണും. അത് തന്നെ, അതും വല്ലപ്പോഴും കണ്ടാലായി. അല്ലെങ്കിൽ പണ്ട് അപ്പയുടെ കൂടെ ഇരുന്ന് മറ്റേ പി വി സിന്ധുവിന്റെ ഇതൊക്കെ വരുമ്പോഴും എല്ലാവരും കാണും. അപ്പൊ ഇവിടുത്തെ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നും, ഓ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നല്ലേ. അപ്പൊ ഇനി സമയം ഉണ്ടല്ലോ ചെയ്യാന്ന്. പക്ഷെ ഒന്നും ചെയ്യുമല്ലോ, വെറുതെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ത്വര അത്രേ ഉള്ളൂ. പക്ഷെ ബോക്സിങ്, അത് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവർക്ക് അറിയാം. സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് എന്തുമാത്രം ഇഷ്ടമായിരുന്നു എന്ന്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്, എന്ത് ചെയ്യാനായിട്ട്. അങ്ങനെ ഇരുന്ന ഞാനാണ് ഇവിടെ വ്ളോഗിങ് ചെയ്തോണ്ട് നടക്കുന്നത്. ഇത് വല്ലതും നിനക്ക് അറിയാമോ? ഒന്നും അറിയില്ല നിനക്ക്? എടുത്തോ? ഓക്കെ, ഇങ്ങനെ വേണം കണ്ണാടി ഉണ്ടാക്കാനായിട്ട്. എൻ്റെ കുരുവെല്ലാം നല്ലതായിട്ട് കാണാം ഇതില്. പക്ഷെ ഇങ്ങനത്തെ കണ്ണാടി എനിക്ക് ഇഷ്ടമല്ല, എന്നെ ഇൻസെക്യൂർ ആക്കും. ഇടൂല, ഇട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇത് ഇടൂല. ഈഗോ ഹേർട്ട് ആവുന്നില്ലേ? പൗഡർ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പോയി. ഗിവ് അപ്പ് ചെയ്. മതിയെ, ഞാൻ നിർത്താൻ പോകുന്നേ. ഇതെന്തിനുള്ളതാണ്? ഇതൊരെണ്ണം വസുവിന് വാങ്ങിച്ചു കൊടുക്കായിരുന്നു.
എടാ മറ്റേ മീനില്ലേ അത് ചത്തുപോയി. വസുവിനാണെങ്കിൽ അവിടുത്തെ കൊളത്തിൽ നിന്ന് ഒരു വലിയൊരു ബ്രാലിനെ കിട്ടി. അത് ഇവര് വിൽക്കാൻ വേണ്ടി നോക്കിയിട്ട് അത് ചത്തുപോയി. കഴിഞ്ഞാ ആദ്യമായിട്ട് ഹെൽമെറ്റ് വയ്ക്കാൻ പോവാണ്. വാവ്, നന്നായിട്ടുണ്ട്. ഒറ്റ കൈ വെച്ച് അപ്പുറത്തെ പിടിക്കും, ഫുള്ള് മുട്ടിക്കണം. ഓ സിമ്പിൾ. നിങ്ങളൊക്കെ ജിം റാറ്റാണേ. ഹുക്ക് ഇതാണോ? അപ്പർക്കട്ട് മാത്രം അറിയാം. പവർഫുൾ. നമ്മളിപ്പം രാമചന്ദ്രയിൽ വന്നു, സുഡിയോയിൽ പോയി, സുഡിയോയിൽ നിന്ന് ഇറങ്ങി രാമചന്ദ്രയിൽ വന്നു. ഇവിടെ ഞാൻ അമ്മൂന് ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ. ഇവിടെ ഒരു കുഞ്ഞോവയുണ്ടേ. അമ്മൂന് എന്തെങ്കിലും നല്ല സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ വേറെ എന്തൊക്കെയോ വലിയ വലിയ സാധനം, വലിയ വലിയെന്ന് വെച്ചാൽ ലൈക്ക് സ്കൂളിൽ ആവശ്യമുള്ള സാധനങ്ങൾ. എനിക്ക് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണമെന്നായിരുന്നു, അതൊന്നുമില്ല. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങണം, എന്നിട്ട് വല്ല ചെറിയ അടുത്തുള്ള കടയിലൊക്കെ സാധനം ഉണ്ടോ ഉണ്ട് ക്യൂട്ടായിട്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഇന്ന് എത്ര കടയിൽ കയറി, കുറെ കടയിൽ കയറി. ഡെക്കാത്ലോണിലൊന്നും വാങ്ങിയില്ല. പിന്നെ സുഡിയോയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടിപ്പോ രാമചന്ദ്രയില് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 7:15 ആകുമ്പോൾ വീട്ടിലെത്തണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു 7:15 വേണ്ട, ഉച്ചയ്ക്ക് ഇറങ്ങിയല്ലേ, ഞാനൊരു 5-5:30 ആകുമ്പോ എത്തുമെന്ന്. പക്ഷെ ഞാൻ എത്തിയപ്പോ ഇപ്പൊ കറക്റ്റ് 7:15. ഞാൻ പറഞ്ഞില്ലേ സാറ്റർഡേ എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ അമ്മ എത്തി ഗൈസ്. പെട്ടെന്ന് പോവും സാറ്റർഡേ എന്നുള്ള ദിവസം. അമ്മ പറഞ്ഞതിന് മുന്നേ ഞാൻ വന്നല്ല. അവ ഇപ്പൊ കയറിയതേ ഉള്ളൂ. അമ്മ വസുവിന്റെ അടുത്ത് നേരത്തെ കുളിച്ച് നിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇപ്പൊ കുളിക്കാൻ ഇറങ്ങിയുള്ളൂ. അതിന് പിന്നെ വഴക്ക് കിട്ടും. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞോണ്ടിരുന്ന, ഇനി അവക്ക് വാങ്ങിച്ച കുറച്ച് സാധനം, കുറച്ച് ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു, അതൊന്ന് റാപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മളെ ഇന്ന് ആരൊക്കെ വരും? പോയല്ലേ എവിടെ? എന്തോന്ന് എന്റെ ഫോൺ, എന്റെ 3000 ഫോട്ടോസ് ഉള്ള ഫോണാണിത്. ഇത് എത്ര വർഷം, 2020 മുതലുള്ള ഫോട്ടോസ് ഉള്ള ഫോണാണ് ഇത്. ഇതെപ്പോ പറ്റിയത് ഇത്? ഇനി എന്ത് ചെയ്യാ ഫോട്ടോസ് ഒക്കെ കിട്ടാനായിട്ട്? ഇത് കഷ്ടമാണിത്. വിഷമം വന്നപ്പോഴേ ജഡാക്കുന്ന സംഭവമായിട്ടാണ് അമ്മ. അമ്മ ഇത് ആയി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. അല്ല ചൂടുവെള്ളം ജ്യൂസ് എന്നാ? ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാം. ഇനി നമ്മൾ നേരെ പോവല്ലേ? വേറൊന്നും ഇല്ലല്ലോ. വസു വരുന്നു, നമ്മൾ പോകുന്നു. എന്തായാലും എന്റെ ഫോൺ, എന്റെ ഫോട്ടോസ് വിഷമം പറഞ്ഞു. നമ്മൾ അമ്മൂമ്മയുടെ അവിടെ എത്തി. പക്ഷെ ഇവിടെ മാമിയുടെ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ചിരുന്നു, അതൊക്കെ വലിച്ചിളക്കിയല്ലേ? മാമിയില്ല, ഇപ്പൊ പകരം IB സതീഷായി. 100% എന്താണ് അല്ലേ? ആ അമ്മൂമ്മ എങ്ങനെയായിരിക്കും നമ്മൾ ഇനി വരുമ്പോ ഇത് ചെയ്യണത്? എന്റെ ദൈവമേ, അങ്ങനെയല്ല, എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും. നമുക്ക് നോക്കാവേ, അങ്ങനെ ആയിരിക്കും അമ്മൂമ്മ. അത് അമ്മൂമ്മ എപ്പോഴും അങ്ങനെ തന്നെ. ഈ സമയത്ത് എന്തിനു വന്നേന്നായിരിക്കും അമ്മൂമ്മ ചോദിക്കാൻ പോണ. ഇതാണ് അമ്മയ്ക്ക് റീടേക്ക് വേണമെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് കാണിക്കും. അത് നമുക്ക് നോക്കാം.
അമ്മൂമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ബർത്ത്ഡേ ആയിട്ട് അമ്മയ്ക്ക് സ്വന്തം അമ്മയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്തു? ഞാൻ പറഞ്ഞില്ലേ പോപ്പി കരയണ്ട. നേരത്തെ പറഞ്ഞ പോസ്റ്റർ ഇതാണ് ഗൈസ്. ഇതൊക്കെ കഴിഞ്ഞു, മമ്മി ജയിച്ചു. അമ്മൂമ്മ അറിഞ്ഞില്ല അമ്മൂമ്മയുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനാണ് നമ്മൾ വന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ അകത്ത് വാ, അൺബോക്സിംഗ് വീഡിയോ. ബാ കണ്ണട കണ്ണടച്ചോ? കൈ നീട്ട്. ഓക്കെ, ഈ കണ്ണട എത്ര മതിയാ? ഇതിനകത്തുള്ള സാധനം കൊള്ളാം, എല്ലാം കൊള്ളാം. അത് നീ തന്നെ. പണ്ട് നല്ല കൊച്ചായിരുന്നേ, ഇപ്പൊ നോക്ക്. അടി 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 അടി. വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ്. അവിടെ ഇരിക്ക്. ഇത് പോയി ഗൈസ്. ഇതിൽ 4 ജനറേഷൻ ഉണ്ട്. അമ്മുമ്മ, ചേച്ചിയമ്മ, ചേച്ചി, അമ്മു. എത്ര വയസ്സായി? 84 വയസ്സായി. അവർക്ക് 86 ആയിട്ടുണ്ട്. ഹലോ ഞാനൊന്നും നോക്കാറില്ല. 84. ഞാൻ ഇനി ഒന്നുകൂടെ കിട്ടിയാ മതി, ഞാൻ ജയിക്കും. ഞാൻ ജയിച്ചു കളി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജയിക്കും. അപ്പൊ ജയിച്ചു. അമ്മയാണ് എന്നെ ജയിപ്പിച്ചത്. ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ധനുവാണെങ്കിൽ നമ്മുടെ അടുത്ത് പിണങ്ങി നിൽക്കുവാണ്. കാരണം നമ്മള് അടിയായത് ഇവരുമായിട്ട് ഗെയിം ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പം അവൻ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അറിയാൻ കൂടെ ധനു ഹൈപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ധനുവിനെ കൺട്രോൾ ചെയ്യാനേ പറ്റൂല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ധനുവിനെ നമ്മളായി അവന് പ്രേതകഥ പറഞ്ഞാൽ പിന്നെ അവന് പേടിയാണ്. നമ്മളടുത്ത് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കും. ഇപ്പൊ നമ്മൾ അത് ചെയ്യാൻ പോവേട്. ലച്ചു ചേച്ചി ഇത് കാണണേല് നമ്മളിവിടെ ഓടിക്കും. അപ്പൊ നമ്മൾ കാണിച്ചുതരാം ഗൈസ്. ഫണ്ണല്ലേ ഇതൊക്കെ? എടാ, നമ്മൾ അന്ന് അവിടെ പോയപ്പം ഓർമ്മയില്ലേ അന്ന് ഒരു നിഴല് കണ്ടത്? വെള്ള കളറല്ലേ? ഓ, ഞാൻ നല്ല മേടിച്ചു കേട്ടാ ആവസു. നമ്മളിങ്ങനെ നിൽക്കാൻ നേരത്ത് പെട്ടെന്ന് ആരും കരയുമ്പോൾ സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ നോക്ക് ചാരി നിൽക്ക. വസു ഇങ്ങോട്ട് വസു, നമുക്ക് പോവാം. വാ, ധനു വരുന്നുണ്ടോ? ധനു, നമ്മളിവിടെ കറങ്ങിയിട്ട് വരാം. പക്ഷെ നീ ഒറ്റയ്ക്ക് നടക്കണം. പറ്റുമോ? അപ്പൊ ആ നിഴല് കണ്ടപ്പോഴേ ഒരു വെള്ള കളർ നിഴലായിരുന്നേ. കറുത്ത മുഖം അല്ലേ? ഓവറാക്കിയ നീ. പാളിപ്പോയി ഗൈസ്, അത്ര സക്സസ് ആയില്ല.
വയസ്സായപ്പോ എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നു. നിനക്ക് എത്ര വയസ്സ്? 13. 13 അങ്ങനെയൊന്നുമില്ല. ചപ്പാത്തി അല്ല, മഞ്ഞാണ് ഈ ബാഗ്. ആ മഞ്ഞതാ, മഞ്ഞ ഫാൻ. ചൂട് മത്തായ 10 ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ മണി 11 ഞാനും അമ്മയും വീട്ടിലത്തെ മുഖം എങ്ങനെയാണെന്ന് ഇരിക്കുന്നത്, കാറ്റൊക്കെ അടിച്ചു വന്നതാണ്. അമ്മതാ ഐസ്ക്രീമൊക്കെ അവിടെ നിന്നുള്ള ഐസ്ക്രീമൊക്കെ എടുത്തോണ്ടാണ് വന്നത്. അങ്ങനെ പക്ഷെ ഇന്ന് സാറ്റർഡേ ആയത് എന്തുകൊണ്ട് നന്നായി, കാരണം നാളെ ഇനി ജോലിക്ക് പോകണ്ടല്ലോ, നാളെ അവധിയാണല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും നല്ല രസമൊക്കെ ആയിരുന്നു, എല്ലാവരും കൂടെ കൂടിയുണ്ട് അല്ലേ. ഏറ്റവും രസം അമ്മയ്ക്കാണ് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഏറ്റവും ഫണ്ണുള്ളത്. അങ്ങനെ ഈ വർഷത്തെ അമ്മൂമ്മയുടെയും ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഞാൻ രാവിലെ തുടങ്ങിയ വ്ളോഗ് ഞാൻ ഇപ്പോഴാണ് തീർക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.